ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പുതിയ തൈകൾ ഈ ഡെൻഡ്രോബിയത്തിൻ്റെ നല്ല മൂത്ത കമ്പുകളിൽ നിന്ന് തന്നെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ മുമ്പൊക്കെ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട് ഇത് ചെയ്യുന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് വളരെ സക്സസ് ആയിട്ട് ഇതുവരെ ചെയ്യാൻ വേണ്ടി പറ്റിയത് ഈ ഒരു കാര്യം ഇതുപോലെ ചെയ്തപ്പോൾ മാത്രമാണ്. അപ്പോൾ അത് നിങ്ങളും കൂടെ ഒന്ന് കാണട്ടെ എന്ന് കരുതിയിട്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളോടൊന്ന് കമൻറ്റായിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ ഞാൻ ചെയ്ത രീതിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തീരെ കമ്പുകൾ നാശമായി പോകുന്നില്ല. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് പുതിയ കിക്കീസുകൾ വന്നു തുടങ്ങുന്നത്. മുമ്പൊക്കെ ഞാൻ ചകിരിയുടെ നാരിലും അതുപോലെ നമ്മൾ മോസിലൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു കമ്പ് ചീഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. തൈകൾ ഉണ്ടാവാനും ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് പുതിയ തൈകൾ വളരെ പെട്ടെന്ന് തന്നെ വന്നു. അതുപോലെ നമുക്കതൊന്ന് പെട്ടെന്ന് തന്നെ അടർത്തിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പറ്റി ഡീറ്റെയിൽ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നോക്കുമെങ്കിലേ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ മെറ്റലിലാണ് ഞാനിത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തീരെ വെള്ളം നിന്നിട്ട് നാശമായി പോകാത്തതുകൊണ്ടാവാം ഇതൊന്നും ചീഞ്ഞു പോകുന്നില്ല. ആകെ 2-3 കമ്പാണ് ഇത്രയും കമ്പുകൾ വെച്ചിട്ട് എനിക്കാകെ നാശമായി പോയത്. ബാക്കിയെല്ലാം നല്ല വേര് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ തൈകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും. അപ്പോൾ അതൊന്നും ഇതിൽ ചെറുതായിട്ട് കാണുന്നില്ല. പക്ഷെ എന്നാലും മാക്സിമം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി കാണിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാൻ അതിനായിട്ട് ഉപയോഗിച്ചത് മെറ്റൽ തന്നെയാണ്. നമ്മൾ ആദ്യം മെറ്റൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നിലത്തൊക്കെ കിടക്കുന്ന മെറ്റലാണല്ലോ. അപ്പോൾ നമ്മൾ ഓർക്കിഡിന് എടുക്കുമ്പോൾ അത്ര കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ പുതിയ കമ്പുകൾ വേര് പിടിപ്പിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് ഒരു ദിവസം സാഫിൽ മുക്കി വെച്ചിട്ടുള്ള മെറ്റലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിത് കുറച്ച് മുമ്പ് ചെയ്ത് വെച്ച വീഡിയോ ആയതുകൊണ്ട് ഞാൻ അന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനത് ഇതിൽ കാണിക്കുന്നില്ല, ഞാൻ പറയുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അപ്പം ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത മെറ്റൽ ഒരു പരന്ന പോട്ടിലാണ്, നമ്മൾ അടീനിയൊക്കെ വെക്കുന്ന പരന്നൊരു പോട്ടിൽ നന്നായിട്ട് നിരത്തി വെച്ചു. മെറ്റൽ നന്നായിട്ട് നിരത്തി വെച്ചു. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ വെള്ളം ഒഴിച്ച് കഴുകി, മുകളിൽ കൂടെ കഴുകി. അതിനുശേഷം നല്ല മൂപ്പ് വന്നിട്ടുള്ള കമ്പുകളാണ് വെട്ടിയെടുത്തത്. വെട്ടിയെടുത്ത കമ്പിലുള്ള ഇതുപോലത്തെ വെള്ള ഒരു പുറംതൊലി കാണും. അപ്പം അത് നമ്മൾ മുഴുവനായിട്ടും പരമാവധി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം അത് എടുത്ത് അതിന് പുതിയ കിക്കീസ് വരാൻ പാകമുള്ള മുളപ്പ് വരുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ നിന്ന് നന്നായിട്ട് അത് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കണം. അങ്ങനെ എടുത്ത് നന്നായിട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് അതിൽ ചെയ്യേണ്ടത് അതിൻ്റെ 2 അറ്റത്തും വെള്ളം ഇറങ്ങി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ മെഴുകുതിരി ഒന്ന് ഉരുക്കിയിട്ട് അതിൻ്റെ 2 അറ്റത്ത് കട്ട് ചെയ്ത 2 അറ്റത്ത് നമ്മളൊന്ന് ഒറ്റിച്ചു കൊടുക്കണം. അങ്ങനെ ഒറ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കറ്റാർവാഴ തന്നെയാണ്. അപ്പോൾ കറ്റാർവാഴയുടെ ഗുണങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അറിയുന്ന രീതിയിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കറ്റാർവാഴയുടെ ജെല്ല് അതിൻ്റെ നടുവൊന്ന് കത്തി കൊണ്ട് ഇങ്ങനെ കീറി കൊടുത്താൽ മതി. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു കമ്പ് കറ്റാർവാഴയുടെ ഉള്ളിലേക്ക് ഇറക്കിയിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ആവുന്ന വിധം ഒന്ന് ചുറ്റിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ അല്പനേരം അതങ്ങനെ എല്ലാം ഒന്ന് മാറ്റി വയ്ക്കുക. നന്നായിട്ട് അതിൽ ഉണങ്ങി പിടിക്കുന്നതിന് ശേഷം നമുക്ക് ഈ ഒരു നനവുള്ള ഈ ഒരു മെറ്റലിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ കറ്റാർവാഴയുടെ ജെല്ല് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നനച്ചു കൊടുക്കരുത്. അപ്പോൾ അത്യാവശ്യം നല്ല നനച്ച് മെറ്റൽ നല്ല തണവ് വന്നതിന് ശേഷം മാത്രം വേണം നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കറ്റാർവാഴയുടെ ജെല്ല് ഇതിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നനയ്ക്കാത്ത രീതിയിൽ വേണം നമ്മൾ ചെയ്യാനും. അതിനുശേഷം നമ്മളിതുപോലെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു കറ്റാർവാഴയുടെ ജെല്ല് പുരട്ടിയാൽ മതി. പിന്നെ നമ്മൾ ചെയ്യണത് നല്ല ചകിരിയുടെ കുറച്ച് കട്ടിയുള്ള ചകിരിയുടെ നാര് വാങ്ങാൻ വേണ്ടി കിട്ടുമല്ലോ. അപ്പോൾ അത് വാങ്ങണമെന്നില്ല. ചകിരിയുടെ നാരൊക്കെ നമുക്കിതുപോലെ നല്ല അതിൻ്റെ ചപ്പ് മുഴുവൻ കളഞ്ഞിട്ട് അതിൻ്റെ നാര് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മുമ്പ് നമ്മൾ ഓർക്കിഡ് അങ്ങനെ തന്നെ പോട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതൊന്ന് എടുത്തിട്ട് തീരെ അതിൻ്റെ ഒരു ചോറ് അതിൽ വരാൻ പാടില്ല. ആ നാര് മാത്രം എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുക.
അപ്പോൾ നിങ്ങൾ നനച്ചതിന് ശേഷം വെച്ച് കൊടുക്കുക. നമ്മളിങ്ങനെ ചെയ്ത് അന്ന് തന്നെ നിങ്ങൾ നന്നായിട്ട് നനയ്ക്കുമ്പോൾ അതിൽ ആ കറ്റാർവാഴയുടെ ജെല്ല് നന്നായിട്ട് അതിന് പോകുന്നതാണ്. അപ്പോൾ അത് പോവാത്ത രീതിയിൽ വേണം നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചകിരിയുടെ കയറാണ്, ചൂടിക്കയറാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തണുപ്പ് അതിൽ നിൽക്കും. പിന്നെ കുറേ ദിവസത്തേക്ക് ആ വെള്ളം അതിൽ നന്നായിട്ട് കിണുപ്പിടിച്ച് നിൽക്കും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നനയ്ക്കേണ്ടി വരില്ല. പിന്നെ നിങ്ങൾ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം നനച്ചു കൊടുത്താൽ മതി. നനച്ചു കൊടുക്കുന്ന സമയത്ത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ കറ്റാർവാഴ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി ഇട്ട് വെക്കുകയാണെങ്കിൽ നാളെ രാവിലെ അതെടുത്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദിവസം നമ്മൾ മറക്കാതെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. 2 നേരം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 2 നേരം സ്പ്രേ ചെയ്ത് കൊടുത്തോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ചകിരിയുടെ നാര് നമ്മൾ ചുറ്റി വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്കത് ചെയ്യുന്നൊരു ഇത് വരുന്നില്ല. അതുപോലെ ശ്രദ്ധിക്കേണ്ടത് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലത്തെ വെയിൽ തട്ടുന്നൊരു ഭാഗത്ത് വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് രാവിലത്തെ വെയിൽ കൊള്ളുന്നൊരു സ്ഥലത്ത് വെക്കുക. അങ്ങനെ ആകുമ്പോൾ ഗ്രോത്ത് വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും പ്ലാന്റ്സ് വെച്ചിട്ട് നമുക്ക് ഇത്രയും പ്ലാന്റ്സുകൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത്രയും തൈകൾ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ പുറത്ത് വെയിലൊക്കെ തട്ടുന്ന ഭാഗത്ത് തന്നെയായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇതുപോലെ എടുത്ത് പോട്ട് ചെയ്യുന്നത് ഇതുപോലെ മെറ്റൽ തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കതൊന്ന് മാറ്റിയെടുത്തിട്ട് ഇതുപോലെ മെറ്റൽ നിറച്ചിട്ട് നമ്മൾ നോർമൽ പോട്ട് തന്നെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതും ഇതുപോലെ തന്നെ ദിവസം നനച്ചു കൊടുക്കുക. നനച്ചു കൊടുക്കുമ്പോൾ നമ്മൾ മറ്റേത് നനച്ചു കൊടുക്കുന്ന പോലെ തന്നെ ആ ഒരു കറ്റാർവാഴയുടെ ജെല്ലിട്ട വെള്ളത്തിൽ തന്നെ നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഉച്ചവരെയുള്ള വെയിലും കൂടെ തട്ടിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നല്ല ഗ്രോത്ത് ഉണ്ടാവുന്നതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അടുത്ത് ഓർക്കിഡിൻ്റെ എല്ലാ വെറൈറ്റികളും സെയിലിനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർക്കിഡിൻ്റെ ഡെൻഡ്രോബിയത്തിൻ്റെ ആയാലും മറ്റ് ഫെലിനോപ്സ് ഏത് വെറൈറ്റി ആണെങ്കിലും നമുക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ മാക്സിമം വാട്സപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. വാട്സപ്പ് ചെയ്യാൻ അറിയാത്തവർ മാത്രം കോൾ ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഇങ്ങനെ കിക്കീസുകൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് സെയിൽ ചെയ്യാനൊക്കെ വേണമെങ്കിൽ നമുക്ക് നമ്മളെ പ്ലാന്റിൽ നിന്ന് വേറെ പുതിയ തൈകൾ ഉണ്ടാക്കിയിട്ട് നമുക്കിത് മറ്റുള്ളവർക്ക് കൊടുക്കാനും നമുക്കെടുത്തില്ലാത്ത ആ ക്യാഷ് കൊണ്ട് നമുക്ക് പുതിയ വെറൈറ്റികൾ നമുക്ക് വാങ്ങാനൊക്കെ കഴിയും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ എടുത്തിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഈ കാണിച്ചിട്ടുള്ളതെല്ലാം. അതുപോലെ പെട്ടെന്ന് ഫ്ലവർ വരും. നമുക്ക് ഇന്ന ഫ്ലവർ ആണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് പുതിയ ഫ്ലവർ ആക്കിയിട്ട് തന്നെ നമുക്ക് സെയിൽ ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അടുത്തുള്ളവർക്കൊക്കെ വേണമെങ്കിൽ കൊടുത്തിട്ടൊക്കെ നമുക്ക് പുതിയ പ്ലാന്റ്സ് ഇതുപോലെ നമുക്ക് വാങ്ങാൻ വേണ്ടി കഴിയും. അപ്പോൾ ചില വെറൈറ്റിയിലൊക്കെ പൂക്കളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്ലവർ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.